morning, gentlemen. Good morning. Good morning. Sorry to keep you waiting. It's all right. I'm Alexander. I'm Don. Hello. Sit down. Thank you. This is your fishing trawler, sir. I will explain to you. Fully air conditioned. All the controls are computerized. എല്ലാ സൗകര്യമുള്ള 10 ക്യാബിനാ ഉള്ളത്. We can accommodate 20 crew at a time. But only 5 are enough to run everything. This is the bottom section of freezing plant. The entire capacity is 60 tons. This will help a full month's catchment at one stretch. അത് മാത്രമല്ല കാച്ച്മെന്റ് ഏരിയ ലൊക്കേറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടർ സ്ക്രീനും ഉണ്ട്. Okay, anything more? With apologies, sir. It's about payment. Don't worry about the payment. You will be getting a foreign exchange of $250,000 before delivery. Thank you, sir. ഈ ട്രോളർ എന്നിവിടെ എത്തും? 1 മാസത്തിനകം. Okay, thank you, Mr. Don. Thank you. Thank you very much. Come on. IG ബാലകൃഷ്ണന്റെ മോണല്ലേ അത്? വേണമെങ്കിൽ നിന്റെ പെങ്ങളെന്ന് പറയാം. കൂടെ ഉള്ളതാരാ? അനിൽ, കൃഷ്ണദാസിന്റെ മകനാ. ഇതിനു മുമ്പും പല ഹോട്ടലുകളിലും റെസ്റ്റോറന്റിലും വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട്. അജിത്തെ, അനിലും ഐജിയുടെ മകളുമായിട്ടുള്ള ബന്ധം സീരിയസോ മറ്റോ ആണോ? ഇതുപോലെ എത്ര? ഒരു കാര്യം ഉറപ്പാണ്, നീയും ഐജിയും തമ്മിലുള്ള ബന്ധം കൃഷ്ണദാസ് അറിഞ്ഞിരിക്കും. അയാൾ മകനെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിക്കുന്നതായിരിക്കും. വേണമെങ്കിൽ അവനെ ഞാൻ... വേണ്ട, ഉണ്ടായസം വേണ്ട. അവളുടെ ജീവിതം തകരാതെ നോക്കണം. ആരുമല്ല. എന്ത് വേണം? ഞാൻ ബഹളം ഉണ്ടാക്കും. പുറത്ത് കേൾക്കില്ല. ഡോറ് തുറന്ന് ഞാൻ ചാടും. ചാടിക്കോ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾ ആരാണെന്ന്? ഞാൻ ആരാണെന്ന് അറിയേണ്ട കാര്യം നിനക്കില്ല. എന്താണ് പറയുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരാണെന്ന് നിനക്കറിയാമോ? അനിൽ, കൃഷ്ണദാസിന്റെ മകൻ. എന്റെയും നിന്റെ അച്ഛന്റെയും ശത്രുവാണ് അയാൾ. അവൻ നിന്നോട് കാണിക്കുന്ന സ്നേഹം സത്യമല്ല. ഇതിനു മുമ്പും ഒരുപാട് പെൺകുട്ടികളെ അവൻ നശിപ്പിച്ചിട്ടുണ്ട്. മോളെ, അവൻ നല്ലവനല്ല. ഇത് ചതിയാണ്. അവൻ നിന്നെ നശിപ്പിക്കും. അങ്ങനെ അവൻ എന്നോട് നിന്റെ അച്ഛനോടും പകരം വീട്ടും. ഹേ മിസ്റ്റർ, നിങ്ങൾ എന്റെ ആരാണ്? എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കെന്താ?
പെൺകുട്ടികളെ വളയ്ക്കാൻ ചിലര് ഹീറോയിസം കാണിക്കും, വേറെ ചിലര് പാവത്തം കാണിക്കും, സിമ്പതി കിട്ടാൻ. ബട്ട് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം സഹോദരന്റെ കുപ്പായോട്ട് ഒരാള്. ലുക്ക് ഹിയർ മാൻ, ഞാൻ നശിച്ചാലും തന്റെ അടുത്ത് വരാൻ പോകുന്നില്ല. One more thing. May I know who you are? അലക്സാണ്ടർ. നിന്റെ അമ്മയോട് ചോദിച്ചാൽ അവര് പറഞ്ഞു തരും ഞാൻ ആരാണെന്ന്. വിജി, എവിടെയായിരുന്നു നീ ഇതുവരെ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഹോട്ടലിൽ വെച്ച് അവിടെ ഇപ്പൊ എന്താ സ്പെഷ്യൽ ക്ലാസ്? ഓ, ന്യൂസ് ഇവിടെ എത്തിയോ? എന്നെ സ്നേഹിക്കുന്ന എനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ ഞാൻ ഹോട്ടലിൽ പോയിരുന്നു. എന്ത് പറഞ്ഞടി? ആരും അത്ര മാന്യരൊന്നും ആകണ്ട. ആരാണ് ഈ അലക്സാണ്ടർ? അമ്മയും അയാളും തമ്മിൽ എന്താ ബന്ധം? കള്ളക്കടത്ത് ഒറ്റിക്കൊടുത്താൽ ഇൻഫോമർക്ക് 20% കിട്ടും. അമ്മ എത്ര % ആണ് ഇയാൾക്ക് കൊടുക്കുന്നത്? വിജി, പിന്നെ അയാൾക്ക് ഇതിൽ എന്ത് താല്പര്യം? അയാൾ ആര്? എന്റെ സഹോദരനോ? അതെ, നിന്റെ അമ്മ ആദ്യം പ്രസവിച്ചത് അവനെയായിരുന്നു. Anil, I'm not joking. തമാശ കേട്ട് ചിരിച്ചതല്ല, സന്തോഷം കൊണ്ട് ചിരിച്ചതാ. നിനക്ക് സന്തോഷമില്ലേ അമ്മയാകാൻ പോകുന്നു പറഞ്ഞിട്ടും? ഏതൊരു പെണ്ണും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമായത്. ആട്ടെ, ഞാനെന്താ വേണ്ടത്? അനിൽ എന്താ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്താ മതി. എന്ത് മാരേജോ? നീ ബോംബെയിൽ വളർന്നെന്ന് പറഞ്ഞിട്ടുണ്ടാ? എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ, ഉടനെ കല്യാണം. ഈ മോളെ, അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്റെ ആകപ്രായത്തിലും കൂടുതൽ ഭാര്യമാരായന ഇപ്പൊ എനിക്ക്. വേറെന്തെങ്കിലും വേണോ? ഡോക്ടറെ കാണാൻ പണമോ, കോമ്പൻസേഷനോ, അങ്ങനെ എന്തെങ്കിലും വേണേ പറഞ്ഞോളൂ. ഐ എം റെഡി ടു പേ. എത്ര വേണം? ആവറേജ് ഉരുത്തി കൊടുക്കുന്നത് നിനക്കും തരാം. അതിനപ്പുറത്തേക്കുള്ള കോപ്പൊന്നും നിനക്കില്ലടി. ചൂടാകാതടി, ആലോചിച്ച് സമാധാനമായിട്ട് പറഞ്ഞാൽ മതി. ഓട്ടെ ഞാൻ. ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു അല്ലേ? ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്. നീ ഇനി എന്നെ വേദനിപ്പിക്കരുത്. ഐ എം സോറി. നിന്നോട് ചെയ്ത തെറ്റിന് ദൈവം തരുന്ന ശിക്ഷയായിരിക്കും. അതിന് എന്നെ ശിക്ഷിച്ചാ പോരെ? അവളെ കൂടെ ആരോടും പറയാനില്ല. അദ്ദേഹത്തോട് പറയാനുള്ള ധൈര്യവും ഇല്ല. നീ വിചാരിച്ചാൽ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ സാധിക്കില്ലേ? ഇല്ല, അവൻ കൃഷ്ണദാസിന്റെ മകനാണ്. ഞാൻ പറയില്ല. ഇനി പറഞ്ഞാൽ അവൻ കേൾക്കാൻ പോകുന്നില്ല. ആരുടെ മകനായാലും എങ്ങനെയുള്ളവനായാലും അവളുടെ വയറ്റിലുള്ളത് അവന്റെ കുട്ടിയാണ്. നീ എന്നെ സഹായിക്കില്ലേ? അമ്മയാണെന്ന് വിചാരിക്കണ്ട, അവളെ അനുജത്തിയായിട്ടും കരുതണ്ട. ഒരുപാട് പേരെ സഹായിക്കുന്നവനല്ലേ നീ. നിസ്സഹായ ഒരു വൃദ്ധ വന്ന് ഭിക്ഷ ചോദിക്കുകയാണെന്ന് കരുതിയാ മതി. ഞാൻ പോകുന്നു.
ഇത്? ചേച്ചിയമ്മ. അനിൽ എന്നല്ലേ പേര്? കൃഷ്ണദാസിന്റെ മകൻ. എന്നെ അറിയോ? അറിയാം, എല്ലാം അറിയാം. എല്ലാം അറിയില്ല. അതുപോട്ടെ, വിജി എന്ന കുട്ടിയായിട്ട് നിങ്ങൾ എങ്ങനെയാ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഉണ്ട്. കാരണം എന്നെയും അവളെയും ചുമന്നത് ഒരേ ഗർഭപാത്രമായതുകൊണ്ട്. പറയൂ, എന്താ നിന്റെ ഭാവം? ഷീസ് പ്രഗ്നന്റ്. നാട്ടിൽ ഇതുപോലെ എത്ര പേര് പ്രഗ്നന്റ് ആവുന്നു? അതിനൊക്കെ ഞാൻ ഉത്തരം പറയണമെന്ന് വെച്ചാൽ? പക്ഷെ ഇതിന് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഓ, സഹോദര സ്നേഹം. പെങ്ങടെ ഗർഭത്തിന് ഒരു തന്തയെ തിരക്ക് നടക്കുന്ന സഹോദരൻ. ആ സഹോദരന്റെ തന്ത ആരാണ് നായക്കോ ഈ ലോകത്തിന് ഇന്നും അറിയില്ല. ഇതെന്ത് വിക്രമാദിത്യൻ കഥയോ? സ്റ്റോപ്പ് ഇറ്റ്. പണ്ട് തള്ള ചെയ്ത് ഇന്ന് മോള് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളുടെ അധോലോക സാമ്രാജ്യത്തിന് പാരമ്പര്യം അനുസരിച്ച് പുതിയ അനന്തരാവകാശം കിട്ടാൻ പോവല്ലേ? നിർത്തറ. നീ പറഞ്ഞതും പരിഹസിച്ചതും മുഴുവൻ ഞാൻ സഹിച്ചു. എന്തുകൊണ്ടാണെന്നോ? അവളുടെ വയറ്റിൽ കിടക്കുന്നത് നിന്റെ കുഞ്ഞായതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഈ നാവ് ഞാൻ പിഴുതെടുത്തനെ. അനിൽ, ഇനിയും സമയം തരാം. ഒന്ന് ആലോചിച്ചു നോക്ക്. അവളുടെ ജീവിതം നീ നശിപ്പിക്കരുത്. ഒന്നും ആലോചിക്കണ്ട. പെങ്ങൾക്ക് വേറെ ആളെ നോക്കിയാൽ മതി. അവളും ഞാൻ തമ്മിൽ ഒരു ബന്ധവുമില്ല. എനിക്ക് അവളെ അറിയാനും വയ്യ. ഇന്ന് നിനക്ക് ഇവിടെ അറിയില്ലല്ലേ? ഇന്നല്ല, എന്നും എനിക്കറിയില്ല. നിങ്ങളുടെ ഗുണ്ടായിസൊന്നും എന്റെ അടുക്ക് വേണ്ട. പെങ്ങള് പഴിച്ചതിന് വഴി കാണുന്നതിനൊക്കെ എടുത്ത് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ടയർ ഊരി വിടുമ്പോ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. നീ അധികം സംസാരിക്കരുത്. ചൂടാകാതെ മിസ്റ്റർ അലക്സാണ്ടർ. കോളേജിൽ ചോരത്തിറപ്പുള്ള ധാരാളം ആമ്പിള്ളേരുണ്ട്. അവരുടെ ആരുടെങ്കിലും വരും കൊച്ച്. സത്യം പറയണി, ആരുടെ കൊച്ച്? അവക്ക് വന്നാൽ നിശ്ചയമല്ല.
അലക്സേ, ആ കുട്ടി ആത്മഹത്യ ചെയ്തു. എന്റെ മോ എന്റെ മോനെ മോനെ മോളെ വിജി സൂയിസൈഡ് ചെയ്തു. അതാണ് വേണ്ടത്. ഒരു ശല്യം കിട്ടിയില്ലേ? അല്ലെ ഞാൻ ചീറ്റ് ചെയ്തു, വഞ്ചകനാണ്, കൊലപാതകയാണെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് പറഞ്ഞ ചെവികളെ ഏൽപ്പിക്കില്ല. കാര്യം കാണാൻ നമ്മൾ അതും ഇതൊക്കെ പറഞ്ഞേ. കല്യാണം കഴിക്കാവുന്ന മഹാറാണിയാക്കാന്നൊക്കെ പറയും. ബട്ട് ഷീ വാസ് സിൻസിയർ ടു യു. ആർക്ക് വേണ്ട അവളുടെ സിൻസിയറിറ്റി? അനിൽ, ബി കെയർഫുൾ. അവളുടെ ആളുകൾ വെറുതെ ഇരിക്കുന്ന ഇരിക്കണ്ട. ആര്? ഐജിയോ അതോ ദ ഗ്രേറ്റ് അലക്സാണ്ടറോ? ഓ പറയടാ. What do you want, Mr. Alexander? എനിക്ക് വിലപ്പെട്ടൊരു ജീവൻ നഷ്ടപ്പെട്ടു. നീ കാരണം. എനിക്കത് തിരിച്ചു വേണം. Will you give it back? Or you want it back? No.